ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്ലിയൻ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് പൊതുവെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിനാണ് നിന്നെങ്കിലും ഫൈനലി വന്ന് നിഫ്റ്റി എല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് 55 പോയിൻറ്റ്സ് ഉയർന്ന് 25,461 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് 57,031 ക്ലോസ് ചെയ്തപ്പോൾ 239 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നാൽ 5 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 59,677 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 19,033 ക്ലോസ് ചെയ്തപ്പോൾ 6 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 12.31 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 193 പോയിൻറ്റ്സ് ഉയർന്ന് 83,432 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒഴികെ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, സെൻസെക്സ് എന്നിവ പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസിംഗ് നടത്തിയത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII ഈ ആഴ്ചയിൽ വിപരീതമായി 1028 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. FIIയും സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. FIIയും 760 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചയിലെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മൺഡേ ടു തേഴ്സ്ഡേ DII നെറ്റ് ബയേഴ്സ് ആയിരുന്നെങ്കിൽ ഇന്ന് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച ടോട്ടൽ DIIയുടെ നെറ്റ് ബയർ എമൗണ്ട് എന്ന് പറയുന്നത് 7,609 ക്രോസ് ആണ്. 7,609 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ഈ ആഴ്ച എല്ലാ ദിവസവും സെല്ലിങ്ങിലാണ് പോയത്. FII 6,604 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഈ ആഴ്ച. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ എന്നിവ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രം എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 23,980 ക്ലോസ് ചെയ്തപ്പോൾ 24 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 36,509 ക്ലോസ് ചെയ്തപ്പോൾ 146 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 131 പോയിൻറ്റ്സ് 26,866 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 54,735 ക്ലോസ് ചെയ്തപ്പോൾ 219 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 95 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 14,716 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9433 ക്ലോസ് ചെയ്യുമ്പോൾ 34 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 39,166 ക്ലോസ് ചെയ്തപ്പോൾ 312 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 11 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 1761 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 43 പോയിൻറ്റ്സ് കുറഞ്ഞ് 9580 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 125 പോയിൻറ്റ്സ് ചേർന്ന് 12,002 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 180 പോയിൻറ്റ്സ് ഉയർന്ന് 22,384 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 23 പോയിൻറ്റ്സ് ഉയർന്ന് 7152 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 8 പോയിൻറ്റ്സ് ഉയർന്ന് 971 പോയിൻറ്റ്സിൻ്റെ ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,424 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,213 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബജാജ് ഫിനാൻസ് 1.74% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 1.45% റാലി നടത്തി. ഇൻഫി 1.30%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.21%, ICICI ബാങ്ക് 1.20%, വിപ്രോ 0.90%, അൾട്രാസിംകോ 0.86%, HCL ടെക് 0.82%, ടെക്കം 0.80% ആൻഡ് റിലയൻസ് 0.68% റാലിയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് വലിയൊരു ഇടിവാണ് ട്രെൻഡിൽ നിന്നുണ്ടായത്. 11.37% ഇടിവാണ് കണ്ടത്. ടാറ്റാ സ്റ്റീൽ 1.69% കുറവ് കണ്ടു. ഏഷ്യ മോട്ടോഴ്സ് 1.58%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.92%, മാരുതി 0.82%, SBI ലൈഫ് 0.76%, JSW സ്റ്റീൽ 0.58%, ഗ്രാസിം 0.52%, അദാനി എൻ്റർപ്രൈസ് 0.47% ആൻഡ് അദാനി പോർട്സ് 0.39% കുറവാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ 24,951 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,461 നിൽക്കുമ്പോൾ 2.04% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 23,742 ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,461 നിൽക്കുമ്പോൾ 7.24% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ നിഫ്റ്റി 25,517 ക്ലോസ് ചെയ്തു.
ട്യൂസ്ഡേ 25,541 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,453 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,405 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 25,461 ക്ലോസ് ചെയ്തത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനി Q1 റിസൾട്ട്സിൻ്റെ കാലഘട്ടമാണ് ഇന്ത്യൻ ഇന്ന് വരാൻ പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ മെയിൻ കമ്പനീസ് എല്ലാം റിസൾട്ട് ആദ്യം അതിന് ശേഷം ഷെയർ മാർക്കറ്റിലുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയുടെ റിസൾട്ട് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. നാളെ ഫണ്ട് സെറ്റിൽമെൻറ്റ് ഡേ ആണ്. ഫണ്ട് സെറ്റിൽമെൻറ്റ് ഡേ എന്ന് പറഞ്ഞാൽ സെബിയുടെ റൂൾ പ്രകാരം നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ബ്രോക്കേഴ്സിന് നമ്മുടെ ഫണ്ടൊന്നും ഹോൾഡ് ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് നാളെ നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് അതെല്ലാം അവർ നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് എന്തെങ്കിലും മണി, ഇന്ത്യൻ മണി, നമ്മൾ ഷെയർ വാങ്ങിക്കാതെ എന്തെങ്കിലും മണി ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് നാളെ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഫണ്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാന ന്യൂസ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ യു അഗൈൻ. ബൈ ഓൾ.